യേശുവിൽ ഏറ്റവും അനുഗ്രഹീതരായ പ്രിയപ്പെട്ടവരെ, പ്രാർത്ഥനയോടെ നല്ലൊരു ദിവസം, നല്ലൊരു സമയം ആശംസിക്കുന്നു. ഒരു വർഷത്തിലെ എല്ലാ മാസവും, എല്ലാ ദിവസവും, എല്ലാ മണിക്കൂറും, എല്ലാ മിനിറ്റും ദൈവത്തിൻ്റെ മഹാകാരുണ്യം അനുഭവിക്കാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ചില ആവശ്യങ്ങളെ മനസ്സിലൊന്ന് ഓർത്തേക്കുക. നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ അത് ആ കാര്യത്തെ മനസ്സിലോർത്ത് പ്രാർത്ഥിക്കണം. കാരണം അതൊരനുഗ്രഹമായിട്ട് വരും. ചിലർക്കെങ്കിലും ഒരു പരാതിയുണ്ട്, പ്രാർത്ഥിച്ചു, നിയോഗം എഴുതിയിട്ടു, വചനം കേട്ടു, മാസങ്ങളായി, ദിവസങ്ങൾ പ്രാർത്ഥിച്ചു, ഒന്നും നടന്നില്ല, ഒന്നും ശരിയായില്ല എന്നൊരു വിഷമവും പരിഭവവും പരാതിയും ഒക്കെ ഉള്ളവരുണ്ടാകാം. എന്നാൽ ഒരു കാര്യം പറയാം, പ്രാർത്ഥിച്ചു, വചനം കേട്ടു, വചനം ധ്യാനിച്ചു, വചനം എഴുതി, നിയോഗം വച്ച് എഴുതി കൊടുത്തു, പ്രാർത്ഥിച്ചു, എന്നിട്ടൊന്നും നടന്നില്ലല്ലോ. നടന്നില്ലെങ്കിൽ അതെന്തോ നന്മയ്ക്കാണെന്ന് വിശ്വസിച്ചോ. അതിനേക്കാൾ നല്ലത്, അതിനേക്കാൾ സന്തോഷവും സമാധാനവും ഒക്കെ നൽകുന്ന ദൈവം ഒന്ന് കരുതി വച്ചതുകൊണ്ടാണ്. അതിനേക്കാൾ നല്ല ഒന്ന് ദൈവം എനിക്ക് ഒരുക്കി വച്ചതുകൊണ്ടായിരിക്കും ചിലപ്പോൾ ഞാൻ പ്രാർത്ഥിച്ച ചില കാര്യങ്ങൾ നടന്നു കിട്ടാത്തത്. അതിനേക്കാൾ നല്ലത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങനെ പ്രാർത്ഥിക്കുക, ഏറ്റവും നല്ലതിനെ ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഞാനത് വിശ്വസിക്കുന്നു. ഏറ്റവും നല്ലത് ദൈവം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏറ്റവും നല്ലത് അത് മാറിപ്പോയതിൽ, അവർ പിണങ്ങിയതിൽ, അത് അസ്വസ്ഥത വന്നതിൽ വിഷമമുണ്ടെങ്കിലും ഞാനിങ്ങനെ വിശ്വസിക്കുന്നു, എന്തോ നന്മയ്ക്കായിട്ട് ദൈവം ഒരുക്കിയതാണ്. പ്രാർത്ഥനയോടെ ഈ വചനം കേൾക്കാം. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 47 അധ്യായം 3 വാക്യം ഞാൻ വായിക്കാം. എസെക്കിയേൽ 47:3. കയ്യിൽ ചരടുമായി അവൻ കിഴക്കോട്ട് നടന്ന് 1000 മുഴം അളന്നു. എന്നിട്ട് വെള്ളത്തിലൂടെ എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ വെള്ളം ഉണ്ടായിരുന്നു. പിന്നെയും അവൻ 1000 മുഴം അളന്ന് എന്നെ വെള്ളത്തിലൂടെ നയിച്ചു. അവിടെ മുട്ടോളം വെള്ളമുണ്ടായിരുന്നു. എങ്ങോട്ടാണ് എന്നെ നയിച്ചത്? വെള്ളത്തിലേക്ക്. അവിടെ എത്ര അളവ് വെള്ളം ഉണ്ടായിരുന്നു എന്ന് എഴുതിയിട്ടുണ്ട്. മുട്ടോളം ഉണ്ടായിരുന്നു, കണങ്കാൽ വരെ ഉണ്ടായിരുന്നു. എന്നെ വെള്ളത്തിലേക്ക് നയിച്ചു. 7 വാക്യം. ഞാൻ തിരിച്ചു ചെന്നപ്പോൾ നദിയുടെ ഇരുകരയിലും വളരെയധികം വൃക്ഷങ്ങളെ കണ്ടു. അവൻ എന്നോട് പറഞ്ഞു, ഈ വെള്ളം കിഴക്കൻ പ്രദേശങ്ങളിലേക്കൊഴുകി അരാബായിൽ ചേരുമ്പോൾ കെട്ടിക്കിടക്കുന്ന കടലിൽ ചെന്ന് അതിനെ ശുദ്ധമാക്കുന്നു. വെള്ളത്തിലേക്ക് എന്നെ നയിച്ചു. അവിടെ കണങ്കാൽ വരെ, പിന്നെ മുട്ടോളം, പിന്നെ അരയോളം, ഇങ്ങനെ എഴുതിയിട്ടുണ്ട് വെള്ളത്തിൻ്റെ അളവ്. തിരിച്ചു ചെന്നപ്പോൾ ആ വെള്ളം ഒഴുകി അവിടെ ഉരുള് പൊട്ടിയതുപോലെല്ലാം തകർന്ന് കുത്തിയൊലിച്ച് പോയി എന്നല്ല. തിരിച്ചു വന്നപ്പോൾ നദിയുടെ ഇരു സൈഡിലും ധാരാളം വൃക്ഷങ്ങൾ ഞാൻ കണ്ടു. ഭയങ്കര അനുഗ്രഹമാണ് കണ്ടത്. പ്രിയപ്പെട്ടവരെ, വെള്ളം, അത് മഴ പെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ വെള്ളത്തെക്കുറിച്ച് മാത്രമല്ല ഇത് കിണറ്റിൽ കിടക്കുന്ന, കുളത്തിലുള്ള, കടലിലുള്ള വെള്ളത്തെക്കുറിച്ച് മാത്രമല്ല, ഇത് ദൈവവചനമാകുന്ന വെള്ളത്തെക്കുറിച്ച് കൂടിയാണ്. ഈ വചനത്തിലേക്കാണ്, ഈ വെള്ളത്തിലേക്കാണ് ദൈവം നിങ്ങളെ നയിക്കുന്നത്. അവിടെ നദിയുടെ ഇരു സൈഡിലും ഉണങ്ങിയ മരത്തെ കണ്ടു. വെള്ളം ഒഴുകിയ സ്ഥലമെല്ലാം കുത്തിയൊലിച്ച് മരങ്ങൾ നശിച്ചു പോയി എന്നല്ല, ചുറ്റും മരങ്ങളെ ഞാൻ കണ്ടു. പിന്നെ ആ വെള്ളം ഒഴുകി കെട്ടിക്കിടക്കുന്ന അശുദ്ധമായ വെള്ളത്തെ
അത് ശുദ്ധമാക്കുന്നു. ഈ ദൈവവചനമാകുന്ന വെള്ളം ഡെയിലി ബ്ലെസ്സിങ്ങിലൂടെ ഒഴുകി നിങ്ങളുടെ അടുത്ത് വരുമ്പോൾ, നിങ്ങളുടെ ജീവിതത്തിൽ വരുമ്പോൾ, നിങ്ങളുടെ കുടുംബത്തിൽ വരുമ്പോൾ, ആ വെള്ളം, ആ വചനമാകുന്ന വെള്ളം നിങ്ങളെ വിശുദ്ധമാക്കും, നിങ്ങളുടെ കുറവുകളെ പരിഹരിക്കും, നിങ്ങളെ ദൈവത്തിന് പ്രിയപ്പെട്ടവരാക്കി മാറ്റും. അവിടെ ദൈവാനുഗ്രഹം കാണാൻ, സൗഖ്യം കാണാൻ, വിടുതൽ കാണാൻ ദൈവം ഇടവരുത്തും. വെള്ളം, ഇതിനെക്കുറിച്ച് ഒരു കാര്യം പറയട്ടെ. നമ്മൾ സാധാരണ ഈ വെള്ളം കുടിക്കാറുണ്ട്. എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം ആവശ്യമാണ്. ചെടിക്ക് വെള്ളം ആവശ്യമാണ്. 10 ദിവസം വെള്ളം ഒഴിച്ചില്ലെങ്കിൽ ആ ചെടിയുടെ കാര്യം പോക്കാണ്. അത് വാടും, അത് ഉണങ്ങും, അതിന് ക്ഷീണം പറ്റും. ഞാൻ സാധാരണ വെള്ളത്തെക്കുറിച്ചൊരു വാക്ക് പറയാം. നമ്മുടെ വീട്ടിൽ ഒരു ചെടിയോ ഒരു മരമോ ഉണ്ടെന്നിരിക്കട്ടെ. അത് ഉണങ്ങിപ്പോയി, വേരടക്കം ഉണങ്ങിപ്പോയി. ഇനി അതിനെക്കൊണ്ടൊന്നും കൊള്ളത്തില്ല. അത് എത്ര ലിറ്റർ വെള്ളം അതിൻ്റെ ചുവട്ടിലൊഴിച്ചാലും അത് കിളുക്കത്തില്ല, അത് ചീയത്തേ ഉള്ളൂ. ആ മരം ഇനി കിളുക്കുകയില്ല. അതിൻ്റെ വേരും പോയി, തണ്ടും പോയി, അത് ഉണങ്ങി, ഇനി അത് കിളുക്കില്ല. എന്നാൽ ദൈവവചനമാകുന്ന വെള്ളത്തിനൊരു പ്രത്യേകതയുണ്ട്. മരം ഉണങ്ങുന്നത് പോലെ ഉണങ്ങിയ മനുഷ്യരുണ്ട്, വേരടക്കം ഉണങ്ങിയ മനുഷ്യരുമുണ്ട്. ഇനി അവർ കിളിർക്കില്ല, ഇനി അതിന്മേലൊരു നന്മയുണ്ടാകത്തില്ലെന്ന മനുഷ്യൻ്റെ ബുദ്ധിയിൽ ഉണ്ടായ ചിന്തകളും തീരുമാനങ്ങളും ഉത്തരം വിധിയുമൊക്കെ അങ്ങനെയാണ്. പക്ഷേ ഞാൻ കണ്ടിട്ടുണ്ട്, തണ്ടുണങ്ങിയ, വേരുണങ്ങിയ മനുഷ്യരുമുണ്ട്, എല്ലാ പ്രതീക്ഷയും പോയവർ. പക്ഷെ അവരെ ദൈവവചനമാകുന്ന വെള്ളത്തിൽ നട്ടപ്പോൾ അവരുടെ ജീവിതം തളിർക്കുന്നത്, അവരുടെ ജീവിതം മാറുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരുണങ്ങിപ്പോകുന്ന എല്ലാവരും പറഞ്ഞത്, ഇനി കിളുക്കിയല, ഇനി ഉപദേശിച്ചിട്ട് കാര്യമില്ല, ഇനി പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല, ഇനി പറഞ്ഞിട്ട് കാര്യമില്ല, അത് പോട്ടെ എന്ന് പറഞ്ഞവരുണ്ട്. പക്ഷേ സാധാരണ മഴ പെയ്യുമ്പോൾ ഭൂമിയിലേക്ക് പതിക്കുന്ന വെള്ളമല്ല, കിണറ്റിലോ കുളത്തിലോ കടലിലോ കിടക്കുന്ന വെള്ളത്തെക്കുറിച്ചല്ല. ദൈവവചനമാകുന്ന വെള്ളം ഏതുണങ്ങിയ മനുഷ്യനെയും, വേരടക്കം ഉണങ്ങിയവരെയും അത് വീണ്ടും കിളർപ്പിക്കും. പ്രത്യാശ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. ഈ വെള്ളം ഒഴുകിയെടുത്ത് എന്താ കണ്ടേ? വൃക്ഷങ്ങളെ കണ്ടു. 9-ാമത്തെ വാക്യം, വളരെയധികം വൃക്ഷങ്ങളെ ഇരുകരയിലും ഞാൻ കണ്ടു. ആ നദി കടലിൽ ചെന്ന് കടലിലെ വെള്ളത്തെ ശുദ്ധമാക്കും. നദി എന്ത്, കടലെന്ത്? നദിയിലെ വെള്ളം ഇത്രയ്ക്കിത്രേ ഉള്ളൂ, കടലിലോ? പക്ഷേ ഈ നദിയിലെ വെള്ളം കടലിലെ വെള്ളത്തെ ശുദ്ധമാക്കുന്നു എന്ന് പറഞ്ഞാൽ, ദൈവവചനം കേൾക്കുന്ന ഞാൻ എത്ര ചെറുതാകട്ടെ, ഞാൻ സാധാരണക്കാരനാവും. പക്ഷേ ദൈവവചനം അത് എത്ര വലിയ കടൽ പോലുള്ളൊരു വിഷയമാണേലും, കടൽ പോലൊരു പ്രതിസന്ധിയായാലും, കടൽ പോലൊരു വലിയൊരു കാര്യമായാലും അതിനെപ്പോലും സ്വാധീനിക്കാൻ, അതിനെ വിശുദ്ധീകരിക്കാൻ, അതിനെ നേരായ റൂട്ടിലെത്തിക്കാൻ ദൈവവചനമാകുന്ന ഈ നദിയിലെ വെള്ളത്തിന് പറ്റും. ദൈവം നിങ്ങളിലേക്ക് ഒഴുക്കുന്നത്, ഡെയിലി ബ്ലെസ്സിങ് എന്ന ശുശ്രൂഷയിലൂടെ ഒഴുക്കുന്നത്, ദൈവവചനം ഒഴുക്കുന്നത് ഒരനുഗ്രഹത്തിനായിട്ടാണ്, ഒരു വിടുതലിനായിട്ടാണ്. ദൈവം നിങ്ങളെ സഹായിക്കും. ദൈവത്തിൻ്റെ ഒരു ഇടപെടൽ നിങ്ങൾ അനുഭവിക്കും. ഒരുപക്ഷെ ഈ വാക്യം, ഇന്ന് ഈ വചനം പറഞ്ഞതെന്ത്, ഇത് ഇതിനു മുമ്പ് കേട്ടിട്ടുണ്ടല്ലോ എന്ന് ചിന്തിക്കും. ഞാൻ ചില മനുഷ്യരെ കണ്ടിട്ടുണ്ട്, തോടും അരുവികളും ഉണങ്ങുന്നത് പോലെ ജീവിതവും ഉണങ്ങിയവർ, മരം ഉണങ്ങിയതുപോലെ ജീവിതവും പ്രതീക്ഷകളും പ്രത്യാശകളും ഉണങ്ങി ഡിപ്രഷൻ കൊണ്ട് മുറിയിന്ന് പുറത്തിറങ്ങാത്തവർ. അവരുടെ ശരീരവും മുഖവും എല്ലാം മാറി, രൂപവും ഭാവവും സംസാരത്തിൻ്റെ സ്റ്റൈലും മാറി, കണ്ണുപോലും പ്രത്യേക നീര് വന്നിട്ട് ഇങ്ങനെ മൂടിയിരിക്കുന്നത് പോലെ, വെളിച്ചം കാണുന്നത് പോലും അവർക്കൊട്ടും ഇഷ്ടമല്ല. ഭക്ഷണം കഴിച്ചില്ലേലായി. ഞാൻ ഇന്ന് ഈ വചനം പറഞ്ഞതേ, ജീവിതത്തിൻ്റെ ഈ കുറച്ച് നാളുകൾക്ക് മുമ്പ് ജീവിതത്തിൽ ഒത്തിരി ഉണങ്ങിപ്പോയവരെ ഞാൻ കണ്ടു. മരം ഉണങ്ങിയതുപോലെ വേരടക്കം ഉണങ്ങിയ മനുഷ്യർ. അവരുടെ വീട്ടുകാർ പറയുന്നത്, ഇനി ഇത് ശരിയാവില്ല, ഞങ്ങളിനി എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ദൈവവചനമാകുന്ന വെള്ളം കുറേശ്ശെ
ഒഴിച്ചു കൊടുത്തപ്പോൾ, ആ ജീവിതത്തിൽ ഒഴിച്ചു കൊടുത്തപ്പോൾ മുഖം മാറുന്നത്, ജീവിതം മാറുന്നത്, ഒരു മരം തളിരിടുന്നത് പോലെ ജീവിതത്തിലും പ്രതീക്ഷയുടെ തളിരിടുന്നത്, വളരാൻ തുടങ്ങുന്നത്, മാറ്റമുണ്ടാകുന്നത് വീട്ടുകാർ കണ്ടു, സ്വന്തക്കാർ കണ്ടു, അയൽവാസി കണ്ടു, പരിശോധിക്കുന്ന ഡോക്ടർ കണ്ടു, സാക്ഷ്യമായി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം പറഞ്ഞേ, ദൈവത്തിൻ്റെ മഹാകരുണ അനുഭവിക്കുന്ന ഒരിടമാണിതെന്ന്. പ്രാർത്ഥിക്കാൻ പോകട്ടെ. നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, ഓഗസ്റ്റ് 1 മുതൽ 15 വരെ കുട്ടികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാണ്. ദൈവവചനമാകുന്ന നദി കുഞ്ഞുങ്ങളിൽ, ഈ നദി എന്നിലേക്ക് ഒഴുകണം, ഈ നദി നിങ്ങളുടെ മക്കളിലേക്ക് ഒഴുകണം. ഇതെല്ലാം ഇടിച്ച് കുത്തി ഉരുളുപൊട്ടി പോലെ ഒഴുകുന്ന നദിയല്ല. ഇത് പോയിടത്തൊക്കെ വലിയ വലിയ കുണ്ടും കുഴി ഉണ്ടായി എന്ന് പറയുന്ന നദിയല്ല. ഇത് ഒഴുകുന്നതിൻ്റെ ഇരു സൈഡിലും നല്ല പ്രതീക്ഷയോടെ പച്ചപ്പോടെ വളരുന്ന മരങ്ങളെയാണ് കണ്ടത്. ഈ വചനം കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതം നല്ല അനുഗ്രഹമായിട്ട് മാറും. അത് കാണാനും കേൾക്കാനും അനുഭവിക്കാനും ഇടവരും, സാക്ഷ്യമായിട്ട് വരും. പ്രാർത്ഥിക്കാൻ പോവുക. അതുകൊണ്ട് ഓഗസ്റ്റ് 1 മുതൽ 15 വരെ, 1 വയസ്സ് മുതൽ ഡിഗ്രിക്ക് വരെ പഠിക്കുന്നവരെ ഉള്ള എല്ലാ കുഞ്ഞുങ്ങൾക്കും വേണ്ടി പ്രാർത്ഥിക്കുന്ന ദിവസങ്ങളാണ്. നിങ്ങളവിടെ പേരുകളൊക്കെ എഴുതി തരുവാണെങ്കിൽ അവർക്ക് വേണ്ടി കൂടുതലായി പ്രാർത്ഥിക്കും. ഇനി എഴുതാൻ പറ്റിയില്ല, ഇമെയിൽ അയക്കാൻ പറ്റിയില്ലേലും വിഷമിക്കേണ്ട, നിങ്ങൾ വീട്ടിലിരുന്ന് പ്രാർത്ഥിച്ചോളൂ, ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചോളാം. അനുഗ്രഹയിലെ കൈവിരിച്ചു പിടിച്ചിരിക്കുന്ന യേശുവിൻ്റെ കൈകൾക്കുള്ളിൽ നിന്ന് ഒരു സാക്ഷി പറയാൻ നേർച്ച നേർന്നോ പ്രാർത്ഥിച്ചോ, ഒരനുഗ്രഹത്തെ ഇവിടെ വന്ന് പറയാൻ സ്വർഗത്തിലെ ദൈവം ഇടവരുത്തും. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ കുടുംബത്തിലും യാത്രകളിലും തീരുമാനത്തിലും ഉണ്ടായിരിക്കട്ടെ. രോഗങ്ങൾ, അപകടങ്ങൾ, ദുർമരണങ്ങൾ, മൂപ്പെത്താത്ത മരണം എല്ലാം മാറിപ്പോകട്ടെ. ദീർഘായുസ്സും ആരോഗ്യവും സന്തോഷവും സമാധാനവും ഐശ്വര്യവും ഉണ്ടാകട്ടെ. ഒരു ദോഷവും ഒരു തകർച്ചയും ഒരു തിന്മയും വരാതെ സംരക്ഷിക്കണമേ. മന്ത്രവാദത്തിൽ നിന്ന്, കൂടോത്രത്തിന്, ക്ഷുദ്രപ്രയോഗത്തിൽ നിന്ന്, എല്ലാത്തരം ചതികളിൽ നിന്ന്, വഞ്ചനയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. അസൂയയിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ശത്രുദോഷത്തിൽ നിന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ. ഞങ്ങളെ സൂക്ഷിക്കണമേ, ഞങ്ങളെ കരുതണമേ, വേലി കെട്ടി ഞങ്ങളെ സംരക്ഷിക്കണമേ. അഗ്നി കൊണ്ടുള്ളൊരു കോട്ട ഞങ്ങൾക്ക് ചുറ്റുമുണ്ടാകണമേ. അഗ്നി കൊണ്ടുള്ളൊരു കോട്ടയെ നിലനിർത്തണമേ. ഈ വചനം കേൾക്കുന്നവരെ അനുഗ്രഹിക്കുക. വചനം അയച്ചു കൊടുത്തവരെ അനുഗ്രഹിക്കണം. ഈ വചനം എഴുതിയവരെ അനുഗ്രഹിക്കണം. ഇത് മുടങ്ങാതെ കേൾക്കുന്നവരെ അനുഗ്രഹിക്കണം. അവരുടെ വീട് അനുഗ്രഹമാകണം, വീട്ടിലുള്ളവർ അനുഗ്രഹമാകണം. ഇന്നും ജീവിക്കുന്ന യേശുവിൻ നാമത്തിൽ നിങ്ങളെ പ്രാർത്ഥനയോടെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നല്ലൊരു ദിവസം പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് ആശംസിക്കുന്നു. സാധ്യമായ എല്ലാവർക്കും അയച്ചു കൊടുക്കുക. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നാളെ ബുധനാഴ്ച 5:30 ഒരുമിച്ച് കാണുന്നത് വരെ സ്വർഗത്തിലെ ദൈവം എന്നെയും നിങ്ങളെയും സൂക്ഷിക്കട്ടെ. ആമേൻ.